പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ മുഖ്യ സൂത്രധാരന്മാരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ട് ഇന്ത്യൻ സൈന്യം. ഓപ്പറേഷൻ മഹാദേവിലൂടെ തന്നെ വധിച്ച 3 ഭീകരരുടെ ചിത്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ടത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഷിം മൂസ ഉൾപ്പെടെ തന്നെ ഇതിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ ചിത്രത്തിൽ നിന്നും വ്യക്തമാണ് ഇവർ യുവാക്കൾ ആണെന്നുള്ളത്. ചെറുപ്രായത്തിലെ തന്നെ തീവ്രവാദത്തിന്റെ ആശയം ഇവരിലേക്ക് കുത്തി നിറയ്ക്കുകയായിരുന്നു പാകിസ്ഥാൻ ഭീകര സംഘടനകൾ നടത്തി വന്നിരുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ബൈസരൺ താഴ്വരയിൽ നടന്ന ഭീകരാക്രമണം. നിരപരാധികളായ 26 പേരുടെ ജീവൻ ഒരു വിലയുമില്ലാതെ തന്നെ സ്വാർത്ഥ ചിന്തയിൽ തന്നെ അവരെ പോയിന്റ് ബ്ലാങ്ക് നോക്കി ഭീകരന്മാർ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ ഭീകരരെ വധിച്ചതിലൂടെ തന്നെ ഇന്ത്യക്ക് അഭിമാനമായ നിമിഷമാണ് സംജാതമായിരിക്കുന്നത്. പാകിസ്ഥാൻ പൗരന്മാരായ ലഷ്കർ ഭീകരർ ഹാജിബ് താഹിർ, ജിബ്രാൻ എന്നിവരുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ മഹാദേവിലൂടെ തന്നെ 3 ഭീകരരെ സൈന്യം വധിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഷിം മൂസ ഉൾപ്പെടെയായിരുന്നു കൊല്ലപ്പെട്ടത്. വനമേഖലയിൽ ഒളിച്ചു താമസിക്കുകയായിരുന്ന ഭീകരർ ടെന്റിനുള്ളിൽ വിശ്രമിക്കുമ്പോഴായിരുന്നു സൈന്യം പിടികൂടിയത്. ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് ഭീകരരെ കണ്ടെടുത്തത്. തുടർന്ന് ഏറ്റുമുട്ടൽ നടക്കുകയായിരുന്നു. ദിവസങ്ങളോളം തന്നെ നിരീക്ഷിച്ച ശേഷമായിരുന്നു സൈന്യം ഓപ്പറേഷൻ ആരംഭിച്ചത്. ബൈസരൺ പ്രദേശത്ത് ചൈനീസ് സാറ്റലൈറ്റ് ഫോൺ സജീവമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. കൊല്ലപ്പെട്ട ഭീകരർ പാകിസ്ഥാനികളാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഭീകരരുടെ തിരച്ചിലിൽ രേഖകൾ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയതായും അമിത്ഷാ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കുന്ന നിർണായക തെളിവുകൾ സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ടെന്നായിരുന്നു ഈ ആക്രമണത്തിലൂടെ വ്യക്തമാക്കാൻ സാധിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഓപ്പറേഷൻ മഹാദേവിലൂടെ 3 ഭീകരരെ വധിച്ചതായി ലോക്സഭ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ആദ്യം തന്നെ വ്യക്തമാക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുക്കുന്ന 3 ഭീകരരെയാണ് വധിച്ചതെന്നും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. ഓപ്പറേഷൻ സിന്ധൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പഹൽഗാമിൽ നിരപരാധികളെ വധിച്ച 3 ഭീകരരെയായിരുന്നു ഓപ്പറേഷൻ മഹാദേവിലൂടെ സൈന്യം കൊലപ്പെടുത്തിയത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ തകർത്തുവെന്നും ഓപ്പറേഷൻ മഹാദേവിലൂടെ ഭീകരരെ വധിച്ച നടപടിയുടെ സുരക്ഷാ സേനകളെയും ജമ്മു കാശ്മീർ പോലീസിനെയും രഹസ്യാന്വേഷണ ഏജൻസികളെയും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാൻ ഭീകരരെ അനുവദിക്കില്ല. പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഭീകരർ സ്ഥിരം നിരീക്ഷണത്തിലുണ്ടായിരുന്നു. മെയ് 22-ന് ഇവരെക്കുറിച്ച് സൂചന ലഭിച്ചിരുന്നുവെന്നും അന്നു മുതൽ തുടങ്ങിയ ഓപ്പറേഷനാണ് ഭീകരരെ വധിക്കുന്നതിലേക്ക് നയിച്ചത്. ഭീകരരെ സഹായിച്ചവരെ പോലും നേരത്തെ തന്നെ NIA അറസ്റ്റ് ചെയ്തതാണ്. ഇവർ ഈ ഭീകരരെ തിരിച്ചറിയുകയും ഭീകരരുടെ കയ്യിലുണ്ടായിരുന്നത് പഹൽഗാമിൽ ഉപയോഗിച്ച അതേ ആയുധങ്ങളാണ് എന്നും അമിത്ഷാ വ്യക്തമാക്കി. പ്രസംഗത്തിനിടയിൽ വാദങ്ങളിൽ സംശയം ഉന്നയിച്ച അഖിലേഷ് യാദവിനോട് അമിത്ഷാ ആകട്ടെ വളരെ രോക്ഷാകുലനായി തന്നെയാണ് സംസാരിച്ചത്. ഭീകരരുടെ മതത്തിന്റെ പേരിൽ വിഷം വേണ്ട, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിഷമം വേണ്ട എന്ന് അഖിലേഷ് യാദവിനോട് അമിത്ഷാ വ്യക്തമാക്കി. ഫോറൻസിക് റിപ്പോർട്ടിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് താൻ ഇത് കാര്യങ്ങൾ പറയുന്നതെന്നും കൊല്ലപ്പെട്ട ഭീകരരുടെ കയ്യിലുണ്ടായിരുന്നത് പഹൽഗാമിൽ ഉപയോഗിച്ച ആയുധങ്ങളാണ് എന്നും ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ ഇന്നലെ അർദ്ധരാത്രി പ്രത്യേക വിമാനത്തിൽ ഛത്തീസ്ഗഡിലെ ലാബിലെത്തിക്കുകയും അത് പരിശോധന നടത്തുകയും ചെയ്തുവെന്നും അമിത്ഷാ ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.